ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നല്ലൊരു ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ബ്രെഡ് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു സ്നാക്ക് ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. നമുക്ക് ചായക്കൊപ്പം ആണെങ്കിലും അതുപോലെ തന്നെ ഇഫ്താറിനാണെങ്കിലും വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്കാണിത്. അപ്പോൾ അതിനായിട്ട് ഞാൻ അത്യാവശ്യം വലിപ്പമുള്ള 2 ഉരുളക്കിഴങ്ങ് ഒന്ന് പുഴുങ്ങിയെടുത്ത് അതിൻ്റെ തോലെല്ലാം നന്നായിട്ടൊന്ന് കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഉരുളക്കിഴങ്ങ് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണം. അപ്പോൾ ഇതുപോലൊരു മാഷർ ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ ഒരു ഫോർക്ക് ഉപയോഗിച്ചിട്ടോ നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ക്യാരറ്റാണ്. അപ്പോൾ ഒരു 1/2 കപ്പ് അളവിൽ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 1/2 കപ്പ് അളവിൽ തന്നെ ബീട്രൂട്ടും ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചെറിയൊരു സവോള അതുപോലെ ചെറുതായിട്ടൊന്ന് കൊത്തിയരിഞ്ഞതാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതിൻ്റെ കൂടെ എരിവിനായിട്ട് നമ്മൾ ചില്ലി ഫ്ലേക്സ് ആണ് ഇടുന്നത്. അതുപോലെ തന്നെ കുറച്ച് മല്ലിയിലയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ ഒരു സ്നാക്കിന് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഈ ഒരു സമയത്ത് തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു 1/2 ടീസ്പൂൺ അളവിൽ ഗരം മസാലയാണ് ചേർക്കുന്നത്. ഇനി നമുക്കിതെല്ലാം കൂടെ കൈവച്ച് തന്നെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ ഈ ഒരു കുഴയ്ക്കുന്ന സമയത്ത് നമുക്കിനി വെള്ളമോ എണ്ണയോ അങ്ങനെ ഒന്നും ചേർക്കേണ്ട. ആ ഒരു ഉരുളക്കിഴങ്ങിൻ്റെ നനവിൽ തന്നെ നമുക്ക് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാൻ സാധിക്കും. അപ്പോൾ നമ്മുടെ ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ബ്രെഡാണ്. പിന്നെ ഈ ബ്രെഡ് നമുക്ക് ഈ സൈഡ് ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം ഈ വെള്ളത്തിലേക്ക് ജസ്റ്റ് ഒന്ന് ഡിപ്പ് ചെയ്തെടുക്കാം. വല്ലാണ്ട് കുതിർന്ന് പോകരുത്, ഒന്ന് മുക്കുക എടുക്കുക, അത്രേ പാടുള്ളൂ. ഇനി കൈവച്ച് തന്നെ ഈ വെള്ളം നന്നായിട്ടൊന്ന് പിഴിഞ്ഞ് കളയാം. ഇനി നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആ ഒരു മിക്സിൽ നിന്ന് ഇതുപോലെ ചെറിയൊരു ഉരുളയായി എടുത്ത് വെച്ച് ഈ ബ്രെഡിൻ്റെ 4 സൈഡും ഇതുപോലെ തിരിച്ചും മറിച്ചും വെച്ച് ഒട്ടിച്ചു കൊടുക്കാം. ഇനി കൈവച്ച് തന്നെ ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ അതെല്ലാം നമ്മളൊന്ന് ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അതിനായിട്ട് ആദ്യം ഒരു പാനിലേക്ക് നമുക്ക് ഫ്രൈ ചെയ്യാൻ ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി എണ്ണ നന്നായി ചൂടായി വരുമ്പോൾ നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ഓരോന്നായിട്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ എണ്ണ നന്നായി ചൂടായതിന് ശേഷം മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കിയിട്ട് വേണം നമ്മളത് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാനായിട്ട്. കാരണം ബ്രെഡ് കൊണ്ടായതുകൊണ്ട് തന്നെ പെട്ടെന്ന് കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് നന്നായി മൊരിഞ്ഞ് കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് മീഡിയത്തിലാക്കിയിട്ട് വേണം നമ്മളത് ഓരോന്നായി ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. നമുക്ക് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ ആകുന്നത് വരെ ഫ്രൈ ചെയ്തെടുക്കണം. ഇതെല്ലാം നല്ലൊരു ഗോൾഡൻ ബ്രൗൺ ആയി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാനിത് എണ്ണയിൽ നിന്ന് ഇത് മുഴുവനായിട്ടും കോരി എടുക്കുന്നുണ്ട്. ഇനി നമുക്ക് വേണമെങ്കിൽ ഇതൊരു ടിഷ്യൂ പേപ്പറിലേക്ക് വെച്ച് കൊടുക്കാം. എക്സസ് എണ്ണ ഉണ്ട് എന്നൊരു സംശയമൊക്കെ തോന്നുകയാണെങ്കിൽ മാത്രം. പക്ഷെ ഇത് എണ്ണയൊന്നും കുടിക്കാത്തൊരു പലഹാരമാണ്. അങ്ങനെ നമ്മുടെ കിഡിലൻ ടേസ്റ്റിലുള്ള പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞ മാതിരി ഇതിൻ്റെ ഫില്ലിങ് വെജിറ്റബിൾസ് വെച്ചിട്ടാണ് ചെയ്തെടുത്തിരിക്കുന്നത്. ബീട്രൂട്ടും ക്യാരറ്റും ഒക്കെ തന്നെ കഴിക്കാത്ത മക്കളുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി കൊടുത്ത് നോക്കും. അവർ തീർച്ചയായിട്ടും കഴിക്കും, ഇഷ്ടത്തോടെ കൂടെ തന്നെ കഴിക്കും. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഈ ഒരു ബ്രെഡ് വെച്ചിട്ടുള്ള സ്നാക്ക് റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.